ക്രോർസ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ നെയിം ഓഫ് എ മൈനർ ചൈൽഡ്. ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് കണ്ടു, നമ്മുടെ റിട്ടയർമെന്റിന് വേണ്ടി കണ്ടു. ഇനി മൈനർ ചൈൽഡിന്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല ഗുണങ്ങളുണ്ട്. അതിന്റെ ചില കാര്യങ്ങൾ കാണാം. കുറച്ചും കൂടി ടാക്സ് എഫിഷ്യന്റ് ആക്കാനായിട്ട് നൽകുന്ന 10 lakh ലംസം എമൗണ്ട് വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ദ നെയിം ഓഫ് ദ ചൈൽഡ്. ഓക്കെ, ദർ ഇസ് എ ബിഗ് ഡിഫറൻസ്. അതായത് ഒരു ചൈൽഡിന്റെ പേരിൽ ഇടുന്നതും ചൈൽഡിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഏജ് കാണിച്ചിരിക്കുന്നത് ഫാദറിന്റെ ഏജ് ആണ്. ഇപ്പൊ ഒരു സംബടി 25 എന്നുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ്. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് 25 ഉള്ള ആൾക്ക് മാത്രമാണ്. ഇപ്പൊ ഒരാൾക്ക് 45 ആണെങ്കിൽ അയ്യോ ഞാൻ മിസ് ചെയ്തിട്ടൊന്നുമില്ല, അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പൊ 25 ഉള്ള ഒരാള് തന്റെ ഇപ്പോൾ പിറന്ന ഒരു മകൾക്ക് വേണ്ടി 10 lakh ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ ഇതില് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സിന് മാത്രം അതിന്റെ ഒരു ബേസിക് ഫീച്ചറാണ് മ്യൂച്വൽ ഫണ്ട്സ് ക്യാൻ ബി ടേക്കൺ ഇൻ ദ നെയിം ഓഫ് എ ബേബി. ഒരു ബേബിക്ക് നെയിം ആയി കഴിഞ്ഞാൽ ആ ഡേറ്റ് ഓഫ് ബർത്തും നെയിമും വെച്ചിട്ട് മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാൻ പറ്റും. അതിന് ആധാർ കാർഡോ പാൻ കാർഡോ ബാങ്ക് അക്കൗണ്ടോ ഒന്നും ആവശ്യമില്ല. ഇത് ഷെയർ ആൻഡ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന് ഇത് ബാധകമല്ല. കാരണം 18 വയസ്സാവാതെ ഒരാൾക്ക് പുതിയൊരു സ്റ്റോക്ക് വാങ്ങിക്കാനോ വെക്കാനോ സാധ്യമല്ല. അപ്പോൾ ഈ 10 lakh ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഇത് 12% CAGR ഗ്രോ ചെയ്യുന്നത് എന്നുള്ള അസംഷൻ എടുക്കുകയാണെങ്കിൽ വിചാരിക്കുന്നത് 1 lakhന്റെ നമുക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ. അപ്പൊ ഞാനൊരു 5 കൊല്ലത്തേക്ക് ഒരു പൂളിംഗ് ഓഫ് പീരീഡ് ആയിട്ട് വെക്കുകയാണ്. ഈ ഒരു കോർപ്പസ് ഒന്ന് വളരാൻ വേണ്ടിയിട്ട് 5 വർഷത്തേക്ക് വരുന്നു. നൗ യുവർ ബേബി ഈസ് 5 years. സോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോകുന്നു. അപ്പോൾ ഇത് 1 lakh സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടി 1 lakh വി ആർ വിഡ്രോയിങ് അപ് ടു 18 years. ദാറ്റ് മീൻസ് 12 years വി ആർ ടേക്കിംഗ് 1 lakh. നൗ ഈ ഇവിടെ 18 years വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതുവരെ ഇത് ആക്ച്വലി ഇറ്റ് ഈസ് അണ്ടർ യുവർ ഗാർഡിയൻഷിപ്പ്. നമുക്ക് ഒരു കുട്ടിയുടെ പേരിൽ എടുക്കുമ്പോൾ ഒരു ഗാർഡിയൻഷിപ്പിലാണ് എടുക്കാൻ പറ്റുള്ളൂ. ആ ഗാർഡിയന് പാൻ കാർഡ് ഉണ്ടായിരിക്കണം, അദ്ദേഹം KYC കംപ്ലയൻസ് ആയിരിക്കണം, അതെല്ലാം നമുക്കറിയാം. ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഫാദറിന്റെ പേര് അമിതാഭ് എന്നും മകന്റെ പേര് അഭിഷേക് എന്നും വയ്ക്കാം. അപ്പൊ ഇതെല്ലാം അമിതാഭാണ് ഈ എമൗണ്ട് എല്ലാം ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ എത്ര ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം എടുക്കുമ്പോഴും ഇതിന്റെ ടാക്സ് ലിബിലിറ്റി, ഇപ്പൊ നമ്മൾ 10 ലക്ഷം ഇട്ടു, അടുത്ത വർഷം തന്നെ എന്തോ ഒരു എമർജൻസിക്ക് വേണ്ടി ഇത് ഫുള്ള് റിഡീം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ടാക്സ് ലിബിലിറ്റി ഇസ് കമ്മിങ് ഓൺ അമിതാഭ്. ഓക്കെ, നൗ ഈ 18 year ആകുമ്പോൾ ഈ മകനാണ്. അപ്പൊ അഭിഷേകിന് 18 years ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മ്യൂച്വൽ ഫണ്ട്സ് ആക്ച്വലി ബിക്കംസ് എ പ്രോപ്പർട്ടി ഓഫ് അഭിഷേക്. സോ ദ ടാക്സ് ലിബിലിറ്റി ആൻഡ് എവറിത്തിങ് ഫ്രം അമിതാഭ് ഹാസ് ട്രാൻസ്ഫേർഡ് ടു അഭിഷേക്. ഫ്രം ദെൻ ഓൺ അഭിഷേക് ആണ് ഇതിന്റെ ഫുൾ റൈറ്റ്ഫുൾ ഓണർ. 18 years മുതൽ 24 years വരെ ടൈമിൽ ദർ വോണ്ട് ബി എനി അതർ സാലറി ഇൻകം. അപ്പൊ ആ സമയത്ത് നോക്കി മാക്സിമം ഇതിനെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഈ വിഡ്രോവൽ ഈ 10 lakh ആണ് ഫ്രം 18 years for 4 years I have just cut. അപ്പൊ ഇതൊരു 4-year ഡിഗ്രിക്ക് പോവുകയാണെങ്കിൽ 10 lakh വെച്ച് 40 lakhs യു ക്യാൻ വിഡ്രോ ഫ്രം ദിസ് എമൗണ്ട്. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആയിരിക്കും. സി ആക്ച്വലി ദ ടാക്സ് ലിമിറ്റ് എന്നുള്ളത് ഏകദേശം 2.5-3 ലക്ഷം രൂപയാണ്. 3-3.5 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ ഒരു ടാക്സബിൾ ലിമിറ്റ് ആയിട്ട് വെക്കുന്നത്. പക്ഷെ ഗവൺമെന്റ് ഇത് ഒരു 7% ഇൻഫ്ലേഷനിൽ എല്ലാ കൊല്ലം കൂട്ടിക്കൊണ്ടു പോകാനാണ് സാധ്യത. കാരണം ഞാൻ ജോലിക്ക് കയറുമ്പോൾ ഇത് 50,000 ആയിരുന്നു, അതാണ് ഇപ്പോൾ 3.5 lakh ആയി. ദാറ്റ് ടൈം ഇറ്റ് ക്യാൻ ബിക്കം 10 lakhs. സോ 10 lakhs നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ സി ആൻഡ് ഫൈനലി ഈവൻ ആഫ്റ്റർ വിഡ്രോയിങ് ദിസ് എമൗണ്ട് ഹി ഹാസ് അറൌണ്ട് 10 lakh ബാലൻസ് ഓൾസോ ആഫ്റ്റർ ദിസ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 lakh ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ഏകദേശം മുഴുവൻ വിദ്യാഭ്യാസവും, പക്ഷെ ഒരു ഫോറിൻ വിദ്യാഭ്യാസത്തിനാണെന്നുണ്ടെങ്കിൽ കൂടുതൽ തുക ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു ഉദാഹരണത്തിന് വേണ്ടി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ 18 years തികയുന്ന സമയമാണ്. അതായത് ഇത് ഫാദറിന്റെ ഏജ് ആണ് 41. ഈ 18 years തികയുന്ന സമയത്ത് അഭിഷേക് പിന്നെ എല്ലാ വർഷവും ഈ 10 lakh ദെൻ ഫൈനലി ദെൻ ഈ ഫീസ് ഹാവിങ് അതർ വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ബിക്കംസ് സീറോ ആൻഡ് ഗോസ് ഓഫ്. സോ ഒരാളുടെ എഡ്യൂക്കേഷൻ ഇത്ര വലിയ എഡ്യൂക്കേഷൻ പ്രൈസ് എല്ലാം കൂടുന്ന ടൈമിൽ ഒരു 10 lakh ഇൻവെസ്റ്റ് ചെയ്താൽ ഇറ്റ് സംവാട്ട് കവേഴ്സ് ആൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് മോർ ദാൻ സഫിഷ്യന്റ്. ഇതാണ് ഒരു വേ ഓഫ് ഡൂയിങ്. ഇപ്പോൾ നമ്മൾ ഒരാൾ ചോദിക്കാം ഈ 1 lakh എന്നുള്ളത് ഇങ്ങനെ ഇൻഫ്ലേഷൻ വെച്ച് കൂടില്ലേ എന്നുള്ളത്. അപ്പൊ അതാണ് നമ്മൾ അടുത്തതിൽ കാണുന്നത്. ടാക്സ് ബെനിഫിറ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. ടാക്സ് ബെനിഫിറ്റ് 18 years കഴിയുമ്പോൾ റിഡീം ചെയ്യും. അത് ഞാൻ പറയാം. അപ്പോൾ ഈ 18 years കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ വലിയ ഒരു എമൗണ്ട് എന്തിനാണ് വിഡ്രോ ചെയ്യുന്നത്? കാരണം അദ്ദേഹത്തിന് ടാക്സ് വരുന്നില്ല. കാരണം അത് ടാക്സബിൾ ലിമിറ്റ് ബൈ ദാറ്റ് ടൈം 20 years ഡൗൺ ദ ലൈൻ 10 lakhs വരെ
ഉള്ള ആളുകൾക്ക് ടാക്സ് ഇല്ല എന്നുള്ളതായിരിക്കും ഇപ്പോഴത്തെ 3.5 lakh പോലെ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ 10 lakhs ഫണ്ട്സും ഇൻവെസ്റ്റ് ചെയ്താൽ അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഇൻകം എങ്കിൽ, അഭിഷേകിന്റെ ഇൻകം അതാണെങ്കിൽ അദ്ദേഹത്തിന് ടാക്സബിലിറ്റി വരുന്നേ ഇല്ല. അദ്ദേഹത്തിന് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ. എഡ്യൂക്കേഷൻ ആവശ്യം വരുന്ന സമയത്താണ് ഇത് വിഡ്രോ ചെയ്യുന്നത്, ടാക്സും വരുന്നില്ല. അമിതാഭിന് ഇദ്ദേഹത്തിനെ പറ്റി ഒന്നും ബേജാറാവേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഇതിൽ ഇദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ നടത്തി കഴിഞ്ഞു. ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് വേറെ സ്ലൈഡാണ്. ഇതിന് ഐ എം ജസ്റ്റ് ടേക്കിംഗ് എ 12 lakh ഇൻവെസ്റ്റ്മെന്റ്സ്. കാരണം ഇതിൽ ഒരു ഇൻഫ്ലേഷൻ വെക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ ഇത് വരുന്നുണ്ട്. 12 lakh 12% തന്നെ. പ്രൈമറി എഡ്യൂക്കേഷന് 1 lakh സ്റ്റാർട്ട് ചെയ്യുന്നു, അത് 12 lakh. ആൻഡ് ദെൻ ഐ എം ജസ്റ്റ് പുട്ടിംഗ് ആൻ ഇൻഫ്ലേഷൻ ഓൾസോ ഇൻ ടു ദിസ് വിഡ്രോവൽ എമൗണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ 1 lakh ആണെങ്കിൽ പിന്നത്തെ വർഷം 1,07,000, 1,14,000 ഇങ്ങനെ എടുക്കുന്നു. അപ്പൊ അങ്ങനെ എല്ലാ വർഷവും എടുക്കുന്നു. അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 12 lakh 7% ഇൻക്രിമെന്റിൽ ഇങ്ങനെ പോകുന്നു. അങ്ങനെ എടുക്കും. പറയാൻ ഉദ്ദേശിക്കുന്നത്, കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യൂ, താഴെയുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിലാണെന്നുണ്ടെങ്കിൽ ഒരു SIP ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യത്തിലാണ്. ഒരു SIP ഞാൻ വളരെ ചെറിയൊരു SIP വെച്ചിട്ടുള്ളൂ. അവന് അത്ര അധികം അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്കായിട്ടുള്ള 6,000 പെർ മന്തിന്റെ ഒരു SIP അമിതാഭ് നടത്തുകയാണെങ്കിൽ അറ്റ്സ് 12% CAGR 10 lakh എടുക്കുന്നു. അപ്പൊ പ്രൈമറി എഡ്യൂക്കേഷന് ഇതിൽ നിന്നല്ല, അത് അദ്ദേഹത്തിന്റെ സാലറി തന്നെ അന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മൾ 0 എന്നാണ് വെച്ചിരിക്കുന്നത്. ദെൻ അഗെയിൻ അറ്റ് ദ എൻഡ് ഓഫ് 12-13 ഇയേഴ്സിൽ 18 ഇയേഴ്സ് കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് ഇത്രയും വിഡ്രോ ചെയ്യാം. ഈ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് ഒന്നും ടാക്സ് വരുന്നില്ല. മുൻ സ്ലൈഡുകളിൽ ഈ 1 lakh വിഡ്രോ ചെയ്യുമ്പോൾ ടാക്സ് വരുന്നില്ല. എന്താ കാരണം? 1 lakh വിഡ്രോവൽ ഫ്രം LTCG ഗെയിൻസ് എവറി ഇയർ ഇസ് ടാക്സ് ഫ്രീ. ലോ നമുക്കറിയാം, നമ്മൾ അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലാണ്. ആൻഡ് അഗെയിൻ മുൻ സ്ലൈഡുകളിൽ ഇവിടെ വന്നിരുന്ന 1 lakh or 1.7 വന്നിരുന്നതെല്ലാം അത് അമിതാഭിന്റെ പേരിലാണ് അത് പോകുന്നത്. ഈ ഇതോടുകൂടി ഈ എമൗണ്ട് ഗോസ് ടു ദ കോർപ്പസ്, ഗോസ് ടു ഹിസ് സൺ ഫുള്ളി. അതിനുശേഷം അദ്ദേഹം ആ എഡ്യൂക്കേഷന് വേണ്ടി ഇതെടുക്കുന്നു. അപ്പോൾ ഒരു 6,000 എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഇട്ടാൽ പോലും ഒരു 18 ഇയേഴ്സിൽ നമുക്ക് 40 lakhs ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ലൈക്ക് 12,24,000 ആണ് ടോട്ടൽ ഔട്ട് ഗോ. ഒരു 40 lakh നമുക്ക് ബെനിഫിറ്റ് അതിൽ കിട്ടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇപ്പൊ കണ്ടു മ്യൂച്വൽ ഫണ്ട്സ് ആർ ഫോർ റിയൽ ലോങ് ടേം. ഇതിനെ പാസ് ഓൺ ടു നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് കണ്ടു. റിട്ടയർമെന്റിന് വേണ്ടി ഇത് വെക്കാം എന്ന് കണ്ടു. എഡ്യൂക്കേഷന് വേണ്ടി ചെയ്യാം എന്ന് പറഞ്ഞു. മാരേജ് ഓഫ് ചിൽഡ്രൻ ഇതുപോലെ ഇത് വെക്കാം. അപ്പൊ ഒരു കുട്ടികളുണ്ടെങ്കിൽ ഒരു മദറിന്റെ പേരിലും ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എമൗണ്ട് ഇത് വെക്കാം. അപ്പൊ ഞാൻ വെച്ചിരിക്കുന്നത് ഒരുമാതിരി മാക്സിമം എമൗണ്ട് ആണ് 10 lakh എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 lakhs വരെ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം 1 lakh മാത്രമേ നമുക്കൊരു വിഡ്രോവൽ ചെയ്യാൻ പറ്റുള്ളൂ. 2 കുട്ടികളാണെങ്കിൽ ഫാദർ വേണമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയെ, മദറിന്റെ പേരിൽ വേറെ കുട്ടീനെ ഇതുപോലെ ചെയ്യാൻ സാധിക്കും. ഇനി സ്ട്രാറ്റജീസ് കണ്ടു. അപ്പൊ ഇതൊക്കെയാണ് സ്ട്രാറ്റജീസ്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ സ്ട്രാറ്റജീസും ഈ റൂൾസും ഈ ഒരു ഫാക്ട്സ് ഓഫ് ലൈഫും വെച്ചിട്ടാണ് ഞാൻ ഈ സ്ട്രാറ്റജീസ്. ഇതൊന്നും നിങ്ങൾ പോയി ഇന്റർനെറ്റിൽ തെരഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. സ്ട്രാറ്റജി ബിൽഡിംഗ് ആണ് ഇതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇപ്പൊ മ്യൂച്വൽ ഫണ്ട്സ് ആർ ഫോർ റിയൽ ലോങ് ടേം. അത് സെൽ ചെയ്യുമ്പോൾ മാത്രമാണ് ടാക്സ് ആവുന്നുള്ളൂ. അപ്പൊ ടാക്സ് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് സെല്ല് ചെയ്യരുത്. മ്യൂച്വൽ ഫണ്ട്സ് കുട്ടികളുടെ പേരിൽ എടുക്കാം, അൺലൈക്ക് ഷെയർസ്. അതായത് ഇപ്പൊ നമ്മൾ ഷെയർ ട്രേഡിംഗ് നടത്തുന്ന മുന്നുണ്ടെങ്കിൽ കുട്ടി അഭിഷേക് ഹാസ് ടു ബിക്കം 18. കാരണം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയത്. പിന്നെ മ്യൂച്വൽ ഫണ്ട്സ് യൂണിറ്റ്സ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ് അൺലെസ് ബൈ ഡെത്ത്. ഓൾറെഡി എൻ്റെ ഒരു കുറച്ച് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അതെന്റെ മകൾക്ക് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മകന് കൊടുക്കാൻ പറ്റുമോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. എന്താ കാരണം? മ്യൂച്വൽ ഫണ്ട്സിനെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഷെയർസിനെ ട്രാൻസ്ഫർ ചെയ്യാം. ഷെയറിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഡെലിവറി ഇൻസ്ട്രക്ഷൻ ഫോർ ക്ലയൻസ് എടുത്ത് അതിനെ ഫില്ല് ചെയ്ത് ഒരു ചെക്ക് ലീഫ് പോലെ പേ 100 റിലയൻസ് ഇൻഡസ്ട്രീസ് ഷെയർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഓൾവേസ് ട്രാൻസ്ഫർ ടു എനി വൺ. വേറെ റിലേറ്റീവ്സ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ. ബട്ട് ദെൻ അടുത്ത ജനറേഷൻ ഒക്കെ കൊടുക്കണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ബട്ട് ദെൻ മ്യൂച്വൽ ഫണ്ട്സ് യു നീഡ് ടു പ്ലാൻ അഹെഡ്. ഇതിന് മുമ്പേ തീരുമാനിച്ച് എടുക്കുമ്പോൾ അപ്പോൾ തന്നെ ചെയ്യുക. കാരണം ഒരു മരണത്താൽ മാത്രമേ അത് അടുത്ത തലമുറയിലേക്ക് മാറുകയുള്ളൂ. പിന്നത്തെ ഒരു മെയിൻ കാര്യം, ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത്, നമ്മളൊരു ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് മാത്രമേ ഉള്ളൂ ഒരാൾക്കെന്നുണ്ടെങ്കിൽ, അതായത് 20 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉണ്ട്, പക്ഷെ അയാൾക്ക് വേറെ സാലറിയോ ഇൻകോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ടാക്സും കൊടുക്കുന്നില്ല, 10% കൊടുക്കേണ്ടതില്ല. ഈ ഒരു 18 ഇയേഴ്സ് മുതലുള്ള അഭിഷേകിന്റെ വിഡ്രോവലിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സെറ്റിംഗ് ഓഫ് യുവർ ലോസസ് ഫ്രം ഡയറക്ട് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ്സ്. നമുക്ക് എല്ലാവർക്കും സൈഡിൽ തന്നെ കുറച്ച് സ്റ്റോക്സും ഉണ്ടാവും, അതിൽ കുറച്ച് ലോസസും ഉണ്ടാവും, അതെല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ലോസ് വരുന്ന സമയത്ത് നമുക്കൊരു കോർപ്പസ് റൺ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ കോർപ്പസ്, ഇപ്പൊ നമുക്ക് 3 lakhs ലോസ് ഉണ്ടായി,
4 lakhs മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സെൽ ചെയ്ത് നമ്മൾ ഇതിനോട് ചേർക്കുകയാണെങ്കിൽ 3 lakhs സെറ്റ് ഓഫ് ആവും. 1 lakh വിഡ്രോവൽ ഈസ് ടാക്സ് ഫ്രീ. മണി അറൌണ്ട് യു, മണി വാട്ട് യു ആർ ഡീലിംഗ് വിത്ത് വിൽ ബി ഓൾവേസ് സെയിം. അങ്ങനെ ആക്കാൻ പറ്റും. അതിന് നമുക്ക് ഓൾറെഡി കോർപ്പസ് ഉണ്ടാവണം, മുമ്പ് തന്നെ ആരെങ്കിലും മരം നടണം. അതുപോലെ തന്നെ അത് ബേർഡ്ലി ഫാക്ട് ആണ്, എക്സ്പെൻസസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ എവറിത്തിങ് ഇസ് ഗോയിങ് അപ്പ് എന്നുള്ളത്. അപ്പൊ ഇതുപോലെ പലതും നമുക്കൊരു ഫിനാൻഷ്യൽ സ്ട്രെസ് തരുന്ന കാര്യങ്ങളാണ്. നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഹയർ എഡ്യൂക്കേഷനൊക്കെ എത്ര എക്സ്പെൻസ് വേണ്ടി വരും, മാരേജിന് എത്ര എക്സ്പെൻസ് ആവും, അങ്ങനെയൊക്കെ ഒരു ആ സ്ട്രെസ് നമുക്കൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇഫ് ഇറ്റ് ഈസ് സക്സസ്ഫുള്ളി റണ്ണിങ്, ഞാൻ 100% സക്സസ്ഫുൾ ആവും ആദ്യത്തെ 5 years ഒന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ദെൻ ഇഫ് യു ഇൻവെസ്റ്റ് ഇൻ ലോങ് ടേം ബിഗ് പ്രോബബിലിറ്റി ദാറ്റ് അത് സക്സസ് ആവുന്നുള്ളത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ സ്ട്രെസ്സുകൾ പലതും ഇതിലുള്ള ഡോക്ടർമാർക്ക് അറിയാം, പലതരത്തിലുള്ള സ്ട്രെസ്സുകൾ ആൾക്കുണ്ട്. പക്ഷെ നമുക്കൊരു ഫിനാൻസ് ബാക്കിങ് അതിനുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു മെയിൻ സാധനങ്ങളെല്ലാം ഇപ്പൊ ദർ ആർ സം തിങ്സ് മണി കാൺ ബൈ, ബാക്കി എല്ലാത്തിനും മ്യൂച്വൽ ഫണ്ട് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. Press the bell icon and subscribe to my channel. Thank you for watching.